പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ രാഷ്ട്ര സങ്കല്പം എക്കാലത്താണോ ഉണ്ടായത് ആ കാലം മുതൽ നമുക്കൊന്നും തന്നെ പറയാൻ പറ്റാത്ത തരത്തിൽ, ഇപ്പോൾ ഭരണഘടനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ സങ്കല്പം ഇവിടെ ഉണ്ട്. എല്ലാ ഗവൺമെൻറ് പരിപാടികളും രാജ്ഭവനിൽ വയ്ക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, രാജ്ഭവനും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ക്രോഡീകരിച്ചിരിക്കുന്ന വോട്ടുകളെ നേടിയെടുക്കുക എന്നുള്ള വളരെ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ നാടകമാണ് CPM കളിക്കുന്നത്. സ്ത്രീ രൂപമാണ് ഭാരതം എന്നുള്ള സങ്കല്പമാണ്. ആ സങ്കല്പത്തിലാണ് ഭാരതമാതാവിനെ പൂജിക്കുന്നതും ഭാരതമാതാവിനെ പുഷ്പാർച്ചന നടത്തുന്നതും ഏത് പരിപാടിക്കും ഭാരത് മാതാവിനെ പ്രണാമം അർപ്പിച്ച് തുടങ്ങുന്നതും. അത് തെറ്റൊന്നുമില്ല. കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ, അത് കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാലേ അവർക്ക് ഗുണമുണ്ടാവുള്ളൂ. അവർക്ക് കുറച്ച് വോട്ട് ബാങ്ക് നിലനിർത്താൻ വേണ്ടി കാവ്യവൽക്കരണം എന്ന ആൾക്കാരെ, ഈ ന്യൂനപക്ഷങ്ങളെ വിഡ്ഢികളാക്കി അവരെ കൂടെ നിർത്താനുള്ള ഒരു തന്ത്രമാണ് ഇടതുപക്ഷം കാണിക്കുന്നത്. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏത് ശക്തിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി രംഗത്തിറങ്ങും. നമസ്കാരം. രാജ്ഭവനിലെ ഭാരതാംബയുടെ കാവിക്കൊടിയാണ് നിലവിലുള്ള പ്രധാന ചർച്ചാ വിഷയം. സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇത് ഇടയാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് BJP നേതാവായ VV രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ ഈ രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ഉണ്ട് എങ്കിൽ ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് അത്തരത്തിലൊരു സൂചന സർക്കാർ എടുക്കുന്നു എന്ന് പുറത്തു വരും. അല്ല, അത് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ വോട്ട് വാങ്ങിയാണ് കഴിഞ്ഞ കുറേ കാലമായി CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസ്സൊക്കെ എവിടെയെങ്കിലും ജയിക്കുമ്പോൾ ഈ രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ വോട്ട് വാങ്ങിയാണ് അവർ ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയബോധമുള്ള ജനതയൊക്കെ തന്നെ വളരെ മെല്ലെ ഈ രണ്ട് പാർട്ടികളിൽ നിന്നും അകന്നു കഴിഞ്ഞു. അപ്പോൾ രണ്ട് തിരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്ന പശ്ചാത്തലം മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രവിരുദ്ധ ശക്തികളെ ഒരുമിപ്പിക്കുക, അവരുടെ വോട്ട് നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രചരണമാണ്. ഒരു ഗവൺമെൻറ് തന്നെ അതിന് കൂട്ടു നിൽക്കുന്നു, മന്ത്രിമാർ തന്നെ അതിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം വികലമായ നിലപാടാണ്. തീർച്ചയായിട്ടും ഇതിനെതിരായി ശക്തമായ ജനവികാരം ഉയർന്നു വരും. അതുകൂടാതെ ഇപ്പോൾ ഈ ഓൺലൈനിലൊക്കെ അതായത് ഫേസ്ബുക്കിലൊക്കെ ഉയർന്നു വരുന്നത് മുൻപും ഇത് കാവിക്കൊടി തന്നെ ആയിരുന്നു ഭാരതാംബയുടേത് എന്നാണ്. അല്ല, സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള പ്രചരണങ്ങളും വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ രാഷ്ട്ര സങ്കല്പം എക്കാലത്താണോ ഉണ്ടായത് ആ കാലം മുതൽ നമുക്കൊന്നും തന്നെ പറയാൻ പറ്റാത്ത തരത്തിൽ, ഇപ്പോൾ ഭരണഘടനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ സങ്കല്പം ഇവിടെ ഉണ്ട്. ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചുകൊണ്ട് ആ സങ്കല്പം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഓരോരുത്തരും ഓരോ തരത്തിൽ കാലാനുസൃതമായി അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചുമൊക്കെ തന്നെ അതിനെ പലതരത്തിലും വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും ഭാരതാംബ എന്നുള്ളൊരു സങ്കല്പമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. സർക്കാർ ഗവർണർ പോരിലേക്ക് മാറിക്കഴിഞ്ഞു. അങ്ങനെ മാറേണ്ട ഒരു ആവശ്യമില്ല. ഗവർണർ ഇപ്പോൾ രാജ്ഭവനിൽ നടത്തുന്ന പരിപാടികൾക്ക് അദ്ദേഹം ചില മാനദണ്ഡങ്ങൾ വയ്ക്കുന്നു. അത് ഭരണഘടന അനുസൃതം തന്നെയാണ്. സർക്കാർ ഇതിനെതിരാണ് പോരിനിറക്കുന്നത്. അവർക്കിപ്പോൾ എല്ലാ ഗവൺമെൻറ് പരിപാടികളും രാജ്ഭവനിൽ വയ്ക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടില്ലല്ലോ, രാജ്ഭവനും ആവശ്യപ്പെട്ടില്ലല്ലോ. അപ്പോൾ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികൾക്കുള്ള ചില മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഒരു ഗവർണർക്ക് ഇല്ല എങ്കിൽ എന്ത് ധാർഷ്ട്യമായ ഗവൺമെൻറ് കാണിക്കുന്നത്? ഗവൺമെൻറ്റിന് താല്പര്യമില്ലെങ്കിൽ അവർ നടത്തുന്ന പരിപാടികൾ അവർ വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രാജ്ഭവനിലൊരു പരിപാടി നടക്കുമ്പോൾ അതിൽ ചില ചിലവട്ടങ്ങൾ പറയുവാനുള്ള ധാർമ്മികമായുള്ള അവകാശവും അധികാരം ഗവർണർക്കുണ്ട്. ഇത്രയും കാലമില്ലാത്ത ഒരു വിവാദം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നതിനുള്ള കാരണം എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ, ആ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ക്രോഡീകരിച്ചിരിക്കുന്ന വോട്ടുകളെ നേടിയെടുക്കുക എന്നുള്ള വളരെ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ നാടകമാണ് CPM കളിക്കുന്നത്. ഈ രാജ്ഭവനിലെ ഈ ഭാരതാംബയുടെ കാവിക്കൊടിയാണ് നിലവിലുള്ള പ്രശ്നം. ഈ സർക്കാരിൻ്റെ ഈ ഔദ്യോഗിക പരിപാടി, അതായത് രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികളിൽ ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ സർക്കാർ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചന പുറത്തു വരുന്നുണ്ട്. നിയമ നടപടി സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഭാരത് മാതാവിൻ്റെ പടം വാങ്ങിച്ച് പരിപാടി നടത്തുന്ന എന്താ തെറ്റ്? ഈ രാജ്യത്തിനെ കാണുന്നത് ഭാരത് മാതാവിൻ്റെ രൂപത്തിൽ തന്നെയാണ്. അത് ഇന്നും തുടങ്ങിയല്ല, അനാദികാലം തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. സ്ത്രീ രൂപമാണ് ഭാരതം എന്നുള്ള സങ്കല്പമാണ്. ആ സങ്കല്പത്തിലാണ് ഭാരതമാതാവിനെ പൂജിക്കുന്നതും ഭാരതമാതാവിനെ പുഷ്പാർച്ചന നടത്തുന്നതും ഏത് പരിപാടിക്കും ഭാരത് മാതാവിനെ പ്രണാമം അർപ്പിച്ച് തുടങ്ങുന്നതും. അത് തെറ്റൊന്നുമില്ല. അത് ഗവൺമെൻറ് നിയമ നടപടികളായിട്ട് പോയി കഴിഞ്ഞാൽ അത് നിൽക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങൾക്കത് പ്രശ്നമില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഭാരത് മാതാവിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു ജനതയാണ്. അത് ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ചില മുന്നണികൾ, രണ്ട് മുന്നണികൾ മത്സരിച്ച് അതിനുവേണ്ടി വിവാദമാക്കുന്നതാണ്. ഈ വിവാദമാക്കേണ്ട ഒരു വിഷയമല്ല. ഇടതുപക്ഷം പറയുന്നത് ഒരു കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായാണ്. കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ, അത് കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാലേ അവർക്ക് ഗുണമുണ്ടാവുള്ളൂ. അവർക്ക് കുറച്ച് വോട്ട് ബാങ്ക് നിലനിർത്താൻ വേണ്ടി കാവ്യവൽക്കരണം എന്ന ആൾക്കാരെ, ഈ ന്യൂനപക്ഷങ്ങളെ വിഡ്ഢികളാക്കി അവരെ കൂടെ നിർത്താനുള്ള ഒരു തന്ത്രമാണ് ഇടതുപക്ഷം കാണിക്കുന്നത്.
ഈ സർക്കാർ ഈ സ്വീകരിക്കുന്ന ഈ നിലപാടിനെതിരെ BJP ഏത് രീതിയിലായിരിക്കും വരും ദിവസങ്ങളിലുള്ള ഒരു രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏത് ശക്തിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി രംഗത്തിറങ്ങും.